പണമുണ്ടാക്കുന്നതും ഉണ്ടാക്കിയ പണം കയ്യിൽ വെക്കുന്നതും ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമ്പത്തിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ചാണ്. നമുക്കൊരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. സാമ്പത്തിക വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ധാരണകളെ പൊളിച്ചെഴുതുന്ന ഒരു കഥ. മാർക്കറ്റിന്റെ ഓരോ ചലനവും കൃത്യമായി പ്രവചിച്ച് പണം വാരിക്കൂട്ടുന്ന ഒരു ജീനിയസിന്റെ കഥ. 1929 ഒക്ടോബറിൽ അമേരിക്കൻ ഓഹരി വിപണി തകർന്നടിഞ്ഞപ്പോൾ ജെസ്സി ലിവർമോർ എന്ന ട്രേഡർ മാർക്കറ്റിനെതിരെ ബെറ്റുവെച്ചു. ആ ഒരൊറ്റ നീക്കത്തിലൂടെ അദ്ദേഹം കോടികൾ സമ്പാദിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായി മാറി. പക്ഷേ ലിവർമോറിന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. പണമുണ്ടാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു പ്രതിഭയായിരുന്നു, സംശയമില്ല. എന്നാൽ ആ പണം നിലനിർത്തുന്നതിൽ, അതായത് സാമ്പത്തികമായി അതിജീവിക്കുന്നതിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോ എന്താണ് യഥാർത്ഥ രഹസ്യം? ശരി, ആ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരാളുടെ കഥയിലേക്ക് പോകാം. ലോകം കണ്ട ഏറ്റവും മികച്ച നിക്ഷേപകനായ വാറൻ ബഫറ്റിന്റെ കഥ. വാറൻ ബഫറ്റിന്റെ ഇന്നത്തെ ആസ്തി ഏകദേശം $84.5 ബില്യൺ. പക്ഷേ ഈ ഭീമൻ സംഖ്യയുണ്ടല്ലോ, അത് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിൽ നിന്ന് മറച്ചുവെക്കുന്നുണ്ട്. അതിലും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമ്പത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും, അതായത് $81.5 ബില്യൺ, അദ്ദേഹം സമ്പാദിച്ചത് തന്റെ 60കളുടെ മധ്യത്തിനു ശേഷമാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഈ വളർച്ചയുടെ ഗ്രാഫ് നോക്കൂ. അത് നേർരേഖയിലല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു റോക്കറ്റ് പോലെ കുതിച്ചേറുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് നല്ല നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ യഥാർത്ഥ രഹസ്യം സമയമാണ്. ഏകദേശം 3/4 നൂറ്റാണ്ടായി അദ്ദേഹം ഈ കളിയിലുണ്ട്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ഇത്രയും കാലം ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് കൂട്ടുപലിശയുടെ ഭീമമായ ശക്തിയെ പുറത്തെടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കൂട്ടുപലിശയുടെ ശക്തി നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്? നമുക്ക് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണം നോക്കാം. ഭൂമിയിൽ ഹിമയുഗങ്ങൾ അഥവാ ഐസ് ഏജസ് എങ്ങനെ രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഈ കൂട്ടുപലിശയുടെ ശക്തി നമുക്ക് ശരിക്കും പിടികിട്ടും. ഹിമയുഗങ്ങൾ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്: അവിശ്വസനീയമായ ഫലങ്ങളുണ്ടാക്കാൻ എപ്പോഴും ഭയങ്കരമായ ശക്തിയുടെ ആവശ്യമില്ല. ചെറുതും എന്നാൽ സ്ഥിരവുമായ ഒരു മാറ്റം മതി. സംഭവം തുടങ്ങുന്നത് വളരെ നിസ്സാരമായിട്ടാണ്. ഒരു വേനൽക്കാലത്ത് മുൻപത്തെ മഞ്ഞുകാലത്തെ വീണ മഞ്ഞ് മുഴുവനായി ഉരുകിത്തീരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ബാക്കിയുള്ള മഞ്ഞിന്റെ മുകളിൽ അടുത്ത മഞ്ഞുകാലത്ത് കൂടുതൽ മഞ്ഞ് അടിഞ്ഞുകൂടും. ഈ വലിയ മഞ്ഞുപാളി കൂടുതൽ സൂര്യപ്രകാശത്തെ ബഹിരാകാശത്തേക്ക് പ്രതിഫലിപ്പിക്കും. അത് ഭൂമിയെ കൂടുതൽ തണുപ്പിക്കും. ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ച് ഒരു ചെറിയ മഞ്ഞുതുണ്ട് ഭൂഖണ്ഡങ്ങളെ മുഴുവൻ മൂടുന്ന ഭീമാകാരമായ മഞ്ഞുപാളിയായി മാറും. ഒറ്റയടിക്ക് ചിന്തിച്ചാൽ ഇത് അവിശ്വസനീയമായി തോന്നുമല്ലേ? പക്ഷേ കൂട്ടുപലിശ പ്രവർത്തിക്കുന്നതും ഏതാണ്ട് ഇതുപോലെയാണ്. നമ്മുടെ തലച്ചോർ സാധാരണയായി ഒരു നേർരേഖയിലാണ് ചിന്തിക്കുന്നത്. 8നോട് 8 കൂട്ടിയാൽ 16, വീണ്ടും 8 കൂട്ടിയാൽ 24, അങ്ങനെ. പക്ഷെ കൂട്ടുപലിശ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല, അത് ഗുണനമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കൂട്ടുപലിശയുടെ ആ ഭീമമായ വളർച്ചാ സാധ്യതയെ നമ്മൾ പലപ്പോഴും കുറച്ചു കാണുന്നത്. ഇത് നമ്മളെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് എത്തിക്കുന്നു. പണമുണ്ടാക്കുന്നതും അത് കയ്യിൽ വയ്ക്കുന്നതും രണ്ടാണ്. സത്യം പറഞ്ഞാൽ രണ്ടിനും വേണ്ട കഴിവുകൾ നേരെ വിപരീതമാണ്. പണക്കാരനാകാൻ നിങ്ങൾ ധൈര്യത്തോടെ റിസ്ക് എടുക്കണം, ശുഭാപ്തി വിശ്വാസിയായിരിക്കണം. എന്നാൽ പണക്കാരനായി തുടരാനോ? അതിനു വേണ്ടത് വിനയമാണ്. ഒപ്പം കഷ്ടപ്പെട്ട് നേടിയതൊക്കെ ഏത് നിമിഷവും നഷ്ടപ്പെട്ടേക്കാമെന്നൊരു പേടിയും. ഈ രണ്ട് മാനസികാവസ്ഥകളും പലപ്പോഴും നേർവിപരീതമാണ്. നിങ്ങളെ സമ്പന്നനാക്കാൻ സഹായിച്ച അതേ ശുഭാപ്തി വിശ്വാസം പിന്നീടെല്ലാം നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന അമിതമായ ആത്മവിശ്വാസമായി മാറാൻ ഒരുപാട് സമയം വേണ്ട. അപ്പോൾ ആദ്യത്തെ കഴിവില്, അതായത് പണം സമ്പാദിക്കുന്നതിൽ നിങ്ങളൊരു പുലിയാവുകയും പക്ഷെ രണ്ടാമത്തതിൽ പരാജയപ്പെടുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ആദ്യം കണ്ട ജെസ്സി ലിവർമോർ. എന്നാൽ ഇതേ വഴിയിലൂടെ പോയ വേറൊരാളുണ്ട്. ഒരു കാലത്ത് വാറൻ ബഫറ്റിന്റെയും ചാർലി മങ്കറിന്റെയും നിക്ഷേപ പങ്കാളിയായിരുന്ന റിക് ഗ്യൂറിൻ. അവന് തിടുക്കമായിരുന്നു എന്ന് ബഫറ്റ് പറഞ്ഞതിന്റെ അർത്ഥമെന്താ? അതിനർത്ഥം കാര്യങ്ങൾ വേഗത്തിലാക്കാൻ അയാൾ കടം വാങ്ങി നിക്ഷേപിച്ചു. സാമ്പത്തിക ലോകത്ത് ഇതിനെ ലിവറേജ് എന്ന് പറയും. ബഫറ്റും മങ്കറും ആ വലിയ സാമ്പത്തിക തകർച്ചയെ അതിജീവിച്ചു. എന്നാൽ ഗ്വെറിനോ കടം വാങ്ങി നിക്ഷേപിച്ചതുകൊണ്ട് ഓഹരി വിപണി ഇടിഞ്ഞപ്പോൾ അയാൾക്ക് തന്റെ കയ്യിലുള്ളതെല്ലാം ഏറ്റവും വലിയ നഷ്ടത്തിൽ വിൽക്കേണ്ടി വന്നു. അതോടെ കൂട്ടുപലിശയുടെ മാന്ത്രികത പ്രവർത്തിക്കാനുള്ള അവസരം അയാൾക്ക് എന്നേക്കുമായി നഷ്ടമായി. ചുരുക്കത്തിൽ അയാൾക്ക് കളിയിൽ തുടരാനായില്ല, അയാൾ അതിജീവിച്ചില്ല. ഇതെല്ലാം നമ്മുടെ ഏറ്റവും നിർണായകമായൊരു തിരിച്ചറിവിലേക്കാണ് എത്തിക്കുന്നത്.
നമ്മുടെ ലക്ഷ്യം ഏറ്റവും ഉയർന്ന വരുമാനം നേടുക എന്നതായിരിക്കരുത്. അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട്. കൂട്ടുപലിശ എന്ന ശക്തമായ എഞ്ചിൻ അതിന്റെ ജോലി ചെയ്യാൻ അവസരം കൊടുക്കണമെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി തകർന്നുപോകാതെ പിടിച്ചു നിൽക്കണം. വിപണിയിൽ എപ്പോഴും ഉണ്ടാകുന്ന തകർച്ചകളെയും അസ്ഥിരതയെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിജീവനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. അതിനർത്ഥം കൂട്ടുപലിശയുടെ മാജിക് ശരിക്കും പ്രവർത്തിച്ചു തുടങ്ങാൻ ആവശ്യമായത്രയും കാലം ഈ കളിയിൽ നിന്ന് പുറത്താകാതെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പഠിക്കാനുള്ള പ്രധാന പാഠം ഇതാണ്: ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഓടുന്നതിനു മുൻപ് കളിയിൽ നിന്ന് പുറത്താകാതെ എങ്ങനെ പിടിച്ചു നിൽക്കാമെന്ന് പഠിക്കുക. കാരണം ആ അതിജീവനമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നത്. എപ്പോഴും ഏറ്റവും വലിയ ലാഭം മാത്രം നോക്കാതെ എന്തു വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ഭദ്രതയുണ്ടാക്കുക എന്നതിലേക്ക് ശ്രദ്ധ മാറ്റുന്നത് ഒരുപക്ഷേ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും ശക്തമായ പാഠങ്ങളിലൊന്നാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിശകലനത്തിൽ പങ്കുചേർന്നതിന് നന്ദി.